ഞാൻ ഇന്ന് സംസാരിക്കുന്നത് എന്നെക്കുറിച്ച് തന്നെയാണ്. ഇതൊരു പണ്ഡിതൻ്റെയോ ഒരു മഹത് വ്യക്തിയുടെയോ കഥയല്ല, മറിച്ച് ഒരു സാധാരണക്കാരനായ എൻ്റെ ജീവിത കഥകളും എന്നെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ്. ഞാൻ പൊതുവെ ആളുകളോട് സംസാരിക്കാത്ത വ്യക്തിയാണ്. അർത്ഥവത്തില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നത് തന്നെ എനിക്കിഷ്ടമല്ല. ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെ തന്നെയാണ്. കൂടുതൽ സമയവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിന്തകനാണ്. ജീവിതത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചെറുപ്പം മുതലേ ആരോടും കൂടുതൽ സംസാരിക്കാതെ ജീവിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. പൊതുവേ ആളുകൾ മനുഷ്യർ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അല്ല കുട്ടികളായിട്ട് ജീവിക്കുമ്പോൾ അവർ കളിക്കും, തമാശ പറയും, മറ്റു പല കാര്യങ്ങളും ചെയ്യുമെങ്കിലും ഞാൻ കൂടുതൽ സമയവും കളിച്ചിട്ടില്ല. എനിക്ക് കളിയോടൊരു താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് തവണ ഞാൻ അത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് കളിയിൽ താല്പര്യം വരുന്നില്ല. കളി നോക്കുന്നത് ഇഷ്ടമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അതേപോലെ എനിക്ക് ഏതെങ്കിലും ഒരു സംഘടനയോടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ യോജിക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പാർട്ടിയിലും ഞാൻ ഒരു കാലത്തുണ്ടായിട്ടില്ല. എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 18-20 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഏത് പാർട്ടിയാണ് നല്ലത് എന്ന് തോന്നിയിട്ട് ഏത് സംഘടനയാണ് ശരിയെന്ന് വിചാരിച്ച് നടന്നിട്ടുണ്ട്. അതെല്ലാവരും ഒരു പ്രായമാകും അങ്ങനെ ചിന്തിക്കാറുണ്ട്. അതുപോലെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്നല്ലാതെ, അങ്ങനെ പല പാർട്ടികളിലും പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഒരു പാർട്ടിയിലും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. എനിക്കതിനോടൊരു യോജിക്കാനാവുന്നില്ല. കാരണം ഏത് സംഘടനയിലാണെങ്കിലും ഏത് പാർട്ടിയിലാണെങ്കിലും ഞാൻ അവൻ എന്നൊരു ചിന്ത വരുന്നുണ്ട്. എനിക്കതിനോട് യോജിക്കാനാവുന്നില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിയിൽ നിങ്ങൾ നിന്നോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഘടനയിൽ നിങ്ങൾ നിന്നോളൂ. പക്ഷേ എല്ലാ മനുഷ്യരെയും നമ്മൾ അവരെ എങ്ങനെയാണോ അതുപോലെ തന്നെ അംഗീകരിക്കാനും അവരെ സ്നേഹിക്കാനും പഠിച്ചാൽ മതി. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ചെറുപ്പം മുതൽ ഒരുപാട് അവഗണനകൾ നേരിട്ടൊരു വ്യക്തിയാണ്. അത് കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് അവഗണനകൾ നേരിട്ട ഒരു വ്യക്തിയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, കൂട്ടത്തിൽ കൂടുന്ന ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഇടയിലും ഒരു മനുഷ്യന് കിട്ടേണ്ട, ഒരു കുട്ടിക്ക് കിട്ടേണ്ട വൈകാരികമായ സ്നേഹം, ലാളന, ഇതൊക്കെ എനിക്ക് അപൂർവമായി കിട്ടിയിട്ടുള്ളൂ. സത്യമാണ് ഞാൻ പറയുന്നത്. കുടുംബത്തിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ കുട്ടികൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പോരെ അവരൊക്കെ എനിക്കത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ എനിക്കിതൊന്നും പറയാൻ തോന്നിയിട്ടില്ല. കാരണം ഒരു വൈകാരികമായ ഒരു അകൽച്ച ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. എൻ്റെ വീടെന്ന് പറയുന്നത് ഞങ്ങളുടെ ചെറുപ്പത്തിൽ വളരെ ദരിദ്രമായിരുന്നു, വളരെ ദരിദ്രം. ഒരു ടോയ്ലറ്റ് പോലുമില്ല, ഒരു കറണ്ട് പോലുമില്ല. ഈ സമയത്ത് എൻ്റെ അയൽവാസികൾക്കൊക്കെ ഇതുണ്ട്, എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട് ടോയ്ലറ്റ്. അപ്പോൾ ടോയ്ലറ്റ് ഇല്ലാത്തതൊരു മോശമായിട്ടാണ് അന്നും കണ്ടിരുന്നത് ആ സമയത്തൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്ക് മടിയുണ്ടായിരുന്നു. എനിക്കൊരു അപകർഷത ബോധമുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങൾ വളരെ ദരിദ്രമായതുകൊണ്ട് എന്തുകൊണ്ടോ എന്നറിയില്ല കുടുംബക്കാരും ഒരു ഒരു കൂടുതൽ പരിഗണന തന്നിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കുടുംബവുമായി നല്ല സ്നേഹബന്ധത്തിലും നല്ല ഐക്യത്തിലും പോകുന്നുണ്ടെങ്കിലും കുടുംബത്തിൻ്റെ ഇടയിലും ഞാൻ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ഒരു വൈകാരികമായ സ്നേഹമോ ലാളനയോ കിട്ടിയിട്ടില്ല, കുറവായിരുന്നു. അപൂർവം ചില ആളുകൾ തന്നിട്ടുണ്ടാകും.
എനിക്കല്ല, ഇതൊക്കെ എല്ലാ കുടുംബത്തിലും ഉണ്ട്. ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെയൊക്കെ പെടുന്നുണ്ടാകാം. അതുപോലെ കണ്ടാൽ മതി. ഏത് കുടുംബത്തിലാണെങ്കിലും ആരാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാ കുട്ടികളെയും ഒരേ കണ്ണുകൊണ്ട് കാണണം. നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു കുട്ടിയോട് ഇഷ്ടമുണ്ടാകും, അത് കാണിക്കാൻ പാടില്ല. അത് മറ്റുകളുടെ കുട്ടികളുടെ മുമ്പിൽ ഒരു പ്രത്യേക ലാളന കൊടുക്കാൻ പാടില്ല. എല്ലാ കുട്ടികളെയും ഒരേ കണ്ണുകൊണ്ട് കാണാൻ ശീലിക്കണം. മുഹമ്മദ് നബി പോലും പറയുന്നുണ്ട്, എന്താണ്, മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ സ്വന്തം മക്കളെ നിങ്ങൾ ലാളിക്കരുതെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മുഹമ്മദ് നബി അങ്ങനെയാണ് ജീവിച്ചത്. ചെറുപ്പത്തിലെ പിതാവില്ലാതെ ജനിക്കപ്പെടുകയും മാതാവില്ലാതെ വളർന്നു വന്ന ആ പ്രവാചകന് ആ വേദന നന്നായിട്ട് അറിയാം. വൈകാരികമായ സ്നേഹവും ലാളനയും സുരക്ഷിതത്വവും ഒരു കുട്ടിക്ക് വളരെ പ്രധാനമാണ്. എന്നാലേ ആ കുട്ടി മനസ്സ് തുറന്ന് സംസാരിക്കുകയുള്ളൂ. ഞാൻ ഇന്നും എൻ്റെ വിഷമങ്ങൾ ആരോടും പറയാറില്ല. എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ആരോടും മനസ്സ് തുറന്ന് പറയാറില്ല. കാരണം എന്താണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ വളർന്നു വന്ന സാഹചര്യം അങ്ങനെയാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ആരെയാണെങ്കിലും ഏത് കുടുംബത്തിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാ കുട്ടികളോടും നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അതേപോലെ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ മറ്റു കൂട്ടുകാർക്കൊക്കെ നീന്താൻ പഠിപ്പിക്കുമായിരുന്നു. ഞാൻ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് സ്വന്തമായി കൂട്ടുകാരൊക്കെ കുളിക്കുമ്പോൾ പുഴയിൽ ഒരു സൈഡ് നിന്ന് നീന്തി പഠിച്ചതാണ്. അതേപോലെ വാഹനമാണെങ്കിലും സൈക്കിളാണെങ്കിലും ഇതൊക്കെയും കുടുംബക്കാർ ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്കാരും ചെയ്തു തന്നിട്ടില്ല. അത് ഞാൻ വിഷമം പറയുന്നതല്ല, അത് ഒരുപക്ഷെ ആരോടും സംസാരിക്കാത്ത വെറും ഒരു അന്തർമുഖനായ ഒരു വ്യക്തി ആയതുകൊണ്ട് അങ്ങനെ കണ്ടതായിരിക്കാം. അല്ലാതെ അവഗണിച്ചത്, മനഃപൂർവ്വം അവഗണിച്ചതാണെന്ന അവകാശവാദം എനിക്കില്ല. എൻ്റെ കുടുംബക്കാർ അങ്ങനെയുള്ളവരുമല്ല. ഇങ്ങനെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിങ്ങനെ അനുഭവിച്ച് ചെറുപ്പം മുതലേ ഒരു അപകർഷത ബോധം അനുഭവപ്പെട്ട ആളാണ്. അതുപോലെ സ്കൂളിലും പല താല്പര്യമില്ലാത്ത വിഷയം കാരണം പല വിഷയത്തിലും എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കണക്കിലും കെമിസ്ട്രിയിലും ഇങ്ങനെയുള്ള താല്പര്യമില്ലാത്ത വിഷയത്തിലുള്ള അധ്യാപകരൊക്കെ മണ്ടരാണെന്നും ആളുകളുടെ മുമ്പിൽ വെച്ച് മുഖത്തടിച്ച അധ്യാപകർ വരെയുണ്ട്. ഒരു കുട്ടിക്ക് വേണ്ട വളരെ പ്രധാനമാണ് അഭിമാനം എന്നുള്ളത്. മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് മുഖത്തടിക്കുന്നത് നിയമവിരുദ്ധമാണ്. പോട്ടെ, പണ്ടത്തെ ഒരു 10-20 വർഷം മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറ്റപ്പെടുത്തുകളും വിമർശനവും കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്തൊരു അപകർഷത ബോധമുള്ള ഒരു വ്യക്തിയായി മാറി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുട്ടിയുടെ വിഷമമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് അവഗണനകൾ, ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ എന്നെ പിന്നീട് ഡിപ്രഷൻ ബാധിച്ചു. പിന്നീട് ഞാൻ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ, ഒരു പള്ളി സ്ഥാപനത്തിൽ പഠിക്കുന്ന സമയത്തും ഈ അപകർഷത ബോധവും ഡിപ്രഷനും എനിക്ക് മൂർച്ഛിച്ചു. ഈ മൂർച്ഛിച്ച സമയത്തും അവിടെയുള്ള കൂട്ടുകാരൊക്കെ എന്നെ പരിഹസിക്കാൻ തുടങ്ങി. കാരണം അവർക്കൊന്നും അറിയില്ല എന്താണ് ഡിപ്രഷൻ എന്ന്. പലയുള്ളവർക്കും അറിയില്ല. നിങ്ങൾ ഒരുപാട് ചിന്തിക്കരുതെന്ന് പറയും. നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഈ ചിന്ത എങ്ങനെയാണ് വരുന്നത്? ഈ ഡിപ്രഷൻ എങ്ങനെയാണ് വരുന്നത്? ഒരുപാട് ദുഃഖങ്ങൾ, താങ്ങാൻ കഴിയാത്ത ദുഃഖം ഒരു മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അത് ഡിപ്രഷനായിട്ട് മാറും. അത് നിങ്ങൾക്കും സംഭവിക്കാം. നിങ്ങളുടെ ആരെങ്കിലും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ബാധിക്കാം. ബിസിനസ് ഒന്ന് തകർന്നു പോയാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ബാധിക്കാം. നിങ്ങൾ വലിയ കടക്കണിയിൽ പെട്ടുപോയാൽ, അങ്ങനെ അഗാധമായ ദുഃഖം വരുമ്പോൾ അത് ഡിപ്രഷനായി മാറുന്നു. എന്നാൽ ഈ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ചികിത്സ മസ്റ്റാണ്. പല ആളുകളും അത് മാറുമെന്ന് വിചാരിക്കും. പല ചികിത്സകൾ കുറേയൊക്കെ മാറുമെങ്കിലും അമിതമായി കഴിഞ്ഞാൽ അത് ചികിത്സ ആവശ്യമാണ്. നമ്മുടെ തലച്ചോറിൻ്റെ സെറട്ടോണിൻ എന്ന് പറയുന്ന രാസപ്രവർത്തനത്തിൻ്റെ ഇൻബാലൻസ് ആണ്. നമ്മൾ ഒരുപാട് ദുഃഖങ്ങളും ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ഇതിന് ഈ രാസമാറ്റത്തിന് ഇൻബാലൻസ് സംഭവിക്കുമ്പോൾ സംഭവിക്കുന്ന ഡിപ്രഷൻ. അങ്ങനെ ഡിപ്രഷൻ ബാധിച്ചിരിക്കുന്ന എന്നെ അവിടെയുള്ള കുട്ടികളും പരിഹസിച്ചു. ഒരുപാട് പരിഹസിക്കലും കുറ്റപ്പെടുത്തലും. അത് മാത്രമല്ല, എനിക്ക് എൻ്റെതായ നിലപാടുണ്ടായിരുന്നു. ഞാനൊരു സംഘടനയിലും നിൽക്കുന്ന ഒരാളായിരുന്നില്ല.
ഞാൻ കളിയോട് തീരെ താല്പര്യമില്ലാത്തവരായിരുന്നു. മനസ്സോടെ കളിച്ചിട്ടുണ്ട്. വേറെ നിർവാഹമില്ലാത്ത സമയത്തൊക്കെ കളിച്ചിട്ടുണ്ട്, കൂട്ടുകാർക്ക് വോയിസ് ചെയ്യുമ്പോൾ. എന്നല്ലാതെ ഈ മറ്റു പല കാര്യങ്ങളിൽ നിന്നും ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ ബാധിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഡിപ്രഷനായിരുന്നു. ഒന്ന് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ വളർന്ന ഞാൻ പിന്നീട് പല പുസ്തകങ്ങളിലും പല വായനയിലൂടെയും ഞാൻ അത് മാറ്റിയെടുത്തു, ഒരുപാട് മാറ്റിയെടുത്തു. പിന്നീട് വീണ്ടും പല കാര്യങ്ങളിലൂടെയും ഞാനത് മാറ്റിയെടുത്തിട്ടുണ്ട്. പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു രക്ഷിതാക്കളെ കൂട്ടി വരണം, അല്ലെങ്കിൽ ചികിത്സിക്കാൻ പറ്റില്ല. ഞാൻ അനുഭവിക്കുന്ന ആ ഡിപ്രഷൻ അത്രയും വലുതായിരുന്നു. അഗാധമായ ദുഃഖം മാത്രമാണ്, അല്ലാതെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മാനസികമായ എന്തെങ്കിലും ഭ്രാന്തൊന്നുമല്ല. ഇത് പലവർക്കും ബാധിക്കുന്നു. ചെറിയ നിലക്കല്ലെങ്കിൽ വലിയ നിലക്ക് എല്ലാവർക്കുമുണ്ട്. പിന്നീട് ഞാൻ പണം കുറച്ചൊക്കെ സ്വരൂപിച്ച് വെച്ച് പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന മൗലൂദിനുമൊക്കെ കിട്ടുന്ന പണം ഉപയോഗിച്ച് ഞാൻ മറ്റൊരു ചികിത്സ തേടി. അതിലും വിജയിച്ചില്ല. അപ്പോഴും പരിഹാസങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് എന്തോ മോശമാണെന്ന ചിന്താഗതിയാണ്. ഞാനിതെന്താണ് പരസ്യമായിട്ട് പറയുന്നത്? എനിക്കൊന്നുമല്ല, ഇന്നെനിക്കൊന്നുമല്ല. ആര് പരിഹസിച്ചാലും ഒരു വിഷയവുമല്ല. ഇന്ന് എൻ്റെ ജീവിതത്തിൽ പരിഹാസപാത്രമായിട്ട് പലതും സംഭവിക്കാറുണ്ട്. ഞാനതിനെ ഗൗനിക്കാറേയില്ല. അപ്പം ഞാൻ പറയുന്നത്, അങ്ങനെ വളർന്ന ഞാൻ പിന്നീട് ഡിപ്രഷൻ മൂർച്ഛിക്കുകയും പിന്നീട് ഞാൻ അവിടെ നിന്ന് മാറുകയും നാട്ടിലെത്തുകയും ചെയ്തു. നാട്ടിലെത്തിയതിന് ശേഷം ആ ഡിപ്രഷൻ ആ സമയത്ത് ഞാൻ പഠനം തുടർന്നുകൊണ്ടേയിരുന്നു. പഠനം എന്ന് പറഞ്ഞാൽ എൻ്റെ പഠനം, മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കൽ, മനഃശാസ്ത്രം പഠിക്കൽ, അങ്ങനെ ചരിത്രങ്ങൾ പഠിക്കൽ, ഇങ്ങനെ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പല യാത്രകളും പോകുമായിരുന്നു. പല രാഷ്ട്രീയ പാർട്ടികളിലും പോയിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടികളിലും പോയി പ്രവർത്തിച്ചു നോക്കിയിട്ടുണ്ട് എങ്ങനെയെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥത്തിന് യോജിക്കുന്നതല്ല ഇതൊന്ന് എന്നൊക്കെ മനസ്സിലാകുമ്പോൾ ഞാൻ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരു വിവാദം വന്നത്. ഞാൻ നിരോധിക്കപ്പെട്ട, അന്ന് നിരോധിച്ചിട്ടില്ല, ഇപ്പോഴാണ് നിരോധിച്ചത്. നിരോധിക്കപ്പെടാത്ത ഒരു ഗ്രൂപ്പിൽ, ഒരു സംഘടനയിൽ പോയി എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തി, ഒരുപാട് കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി. നാട്ടിലെയും കുടുംബത്തിലെയും പലവരും എന്നെ കൂട്ടുകൂട്ടിയില്ല. കാരണം അവരെ കുറ്റം പറയാനാവില്ല. അവരല്ല, സ്വാഭാവികമായിട്ട് ആരായാലും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഒറ്റപ്പെടുന്നു. പക്ഷേ ഒരു ഭാഗത്ത് ഡിപ്രഷനും ഒരു ഭാഗത്ത് ഒറ്റപ്പെടലും കാരണം ഒരുപാട് ഞാൻ സഹിച്ചിട്ടുണ്ട്. ഇതൊക്കെയും എൻ്റെ ജീവിതത്തിൻ്റെ പാഠമാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാം ഒരു പാഠമാണ്. ഇന്ന് ഒറ്റപ്പെടുന്നവൻ്റെ വേദന എനിക്കറിയാം. ഇന്ന് വേദനിക്കുന്നവൻ്റെ ഒപ്പമാണ് എൻ്റെ മനസ്സെന്നും. ഇന്ന് മറ്റുള്ളവർക്ക് ധൈര്യം കൊടുക്കാൻ, മോട്ടിവേഷൻ നൽകാൻ എനിക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പാഠമാണ്, ജീവിതത്തിൽ ഒരു പാഠം മാത്രമാണ്. അങ്ങനെ ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ അപ്പോഴും ഞാൻ സ്വന്തമായി പഠിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യക്തിയാണ്. ഇന്നും എനിക്ക് ഗെയിം കളിക്കാൻ അറിയില്ല, കളി നോക്കാൻ അറിയില്ല. ഞാൻ എന്നും സ്വന്തമായി പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ സ്ഥലത്തൊക്കെ യാത്ര പോയിക്കൊണ്ടേയിരിക്കുന്നു. പല ജോലികളും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ് ജോലി ചെയ്തതെങ്കിലും ഒരു ജോലിയും ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിട്ടില്ല. തട്ടുകടയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അതേപോലെ ഹോട്ടലിൽ ക്ലീനിങ്ങും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുണ്ടാക്കുന്ന PROയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, PRO ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ ചന്തയിൽ ബലൂൺ വിറ്റിട്ടുണ്ട്. അതേപോലെ ഓഫീസ് ബോയ് ആയിട്ട് ജോബ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡെലിവറി ബോയ് ആയിട്ട് ജോബ് ചെയ്തിട്ടുണ്ട്. മീൻ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പല ജോലികളും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ജീവിതത്തെ പഠിക്കാൻ വേണ്ടിയാണ്, അനുഭവങ്ങൾ അറിയാനാണ്. അതുകൊണ്ട് പല ജോലികളെയും കുറിച്ച് എനിക്കറിയാം. പല ജോലികൾ ചെയ്യുന്നവൻ്റെയും വിഷമങ്ങൾ എനിക്കറിയാം. ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ജീവിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പൊതുവെ സർട്ടിഫിക്കറ്റിൽ എനിക്ക് യോജിപ്പില്ല. ചെറുപ്പം മുതലേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ, 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ അറിവ് നേടേണ്ടതാണ്. അല്ലാതെ പരീക്ഷ എന്ന് പറയുന്നത്, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവ് ചെറുപ്പം മുതലേ ഞാൻ നേടിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രൊഫഷനിലേക്ക് ഞാൻ പോകാറില്ല. അതിനേക്കാളും കൂടുതൽ ഞാൻ സ്വന്തമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് എല്ലാം തികഞ്ഞ ഒരാൾ എന്നല്ല. ഇന്നും ഞാൻ സാധാരണക്കാരൻ തന്നെയാണ്. ഇന്നും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഡെലിവറി ബോയ് ആയിട്ട് എവിടെയെങ്കിലും സാധനം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരോട് പറയാറുമുണ്ട്. പല ആളുകളും മോട്ടിവേഷന് വേണ്ടി എന്നെ വിളിക്കാറുണ്ട്. ഞാനൊരു എല്ലാ ജോലികളും ചെയ്ത് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണോ അവനോടൊപ്പം തന്നെ ജീവിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും എനിക്കൊരു മടിയുമില്ല. ഇന്നും എനിക്ക് എൻ്റെ ജീവിതത്തിൽ കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇനിയും എനിക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. മറ്റു മനുഷ്യർക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ എനിക്കുമുണ്ട്. എല്ലാം തികഞ്ഞൊരു വ്യക്തിയായിട്ടല്ല പറയുന്നത്. എൻ്റെ വീട്ടിലേക്ക് തന്നെ പലപ്പോഴും ലോണിൻ്റെ ആളുകൾ വരാറുണ്ട്. ലോൺ അടവ് മുടങ്ങി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കൂസലുമില്ല, ഞാൻ കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റൊക്കെ മാറിയെന്ന് വരും. സ്വാഭാവികമാണ്, മനുഷ്യരാണല്ലോ. എല്ലാ ദിവസവും നമുക്ക് പറ്റണമെന്നില്ല. ഞാനതിനെ കൂളായിട്ടാണ് ഫേസ് ചെയ്യാറുള്ളത്. ആര് വന്നാലും ആരെന്ത് പറഞ്ഞാലും ഒന്നുമല്ല എന്നൊരു ചിന്താഗതി ഇന്നെനിക്ക് വന്നിട്ടുണ്ട്. ഇന്നെനിക്ക് അങ്ങനെ ഒരു ധൈര്യം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയും ഞാൻ പരിശീലിച്ച് നേടിയതാണ്. ചെറുപ്പം മുതലേ ആത്മപരിശോധന നടത്തുന്ന ഒരാളാണ് ഞാൻ. ആരാണ് ഞാൻ? എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? എന്താണ് എൻ്റെ സ്വഭാവങ്ങൾ മാറ്റാൻ വേണ്ടിയും ഞാനായിട്ട് ജീവിക്കാൻ ഒരുപാട് ആത്മപരിശോധനയൊക്കെ നടത്തി ജീവിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും നാട്ടുകാരോടൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കാറില്ല. അവർക്കൊക്കെ അറിയാം. അവരോടൊക്കെ സ്നേഹമാണ്. കാണുമ്പോൾ ചിരിക്കുമെന്നല്ലാതെ അർത്ഥവത്തല്ലാത്ത കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ പറ്റാറേയില്ല. അപ്പം അങ്ങനെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് കണ്ടിട്ടുണ്ട്. വീഡിയോ ഇടുമ്പോൾ ഇവൻ ആരാണ് വീഡിയോ ഇടാൻ? മിഞ്ഞാന്നൊക്കെ ഡെലിവറി കൊണ്ടുപോകുന്ന, മിഞ്ഞാന്നല്ല ഇന്നലെയും കൊണ്ടുപോയിട്ടുണ്ട്. നാളുകളിലും ഒരുപക്ഷെ ഞാൻ കൊണ്ടുപോകും. എൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി എനിക്ക് പല ജോലികളും ചെയ്യേണ്ടി വരും. എൻ്റെ ഉപജീവന മാർഗത്തിനും എനിക്ക് ജീവിതത്തിൽ പഠിക്കാനും വേണ്ടി ഞാൻ പലത് ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ആശയങ്ങളും എൻ്റെ ചിന്തകളും എന്നും പറയാറുണ്ട്. മുമ്പ് ഞാൻ പറയുന്നത്, ഞാൻ പല ജോലികൾ എടുക്കുമ്പോഴും പല മനുഷ്യന്മാരുണ്ടാവും, പല ടൈപ്പ് ആളുകളുണ്ടാവും, പല പാർട്ടിയിലെ ആളുകളുണ്ടാകും. അവരോടൊക്കെ ഞാൻ എൻ്റെ ആശയങ്ങളാണ് പറയാറുള്ളത്. ചിലപ്പോൾ അവരൊന്ന് കമ്പനിയാക്കാൻ വേണ്ടി, ഞാൻ അവരാളാണെന്ന് തോന്നിക്കാൻ വേണ്ടി ഒക്കെ കൂടുമെന്നല്ലാതെ പിന്നീട് ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആശയമാണ് പറയും. എന്താണ് എൻ്റെ ആശയം? എല്ലാ മനുഷ്യരും ഒന്നാണ്. ആരും ഇവിടെ ഇന്ന മതത്തിൽ ജനിച്ചവരല്ല, ഇന്ന പാർട്ടിയിൽ ജനിച്ചവരല്ല, ഇന്ന സംഘടനയിൽ ജനിച്ചവരല്ല, ഇന്ന കുടുംബത്തിൽ ജനിച്ചവരല്ല. എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും അവരുടേതായ ശരികളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ നിലക്ക് ബഹുമാനിക്കണം. നമ്മൾ ആ രീതിയിൽ അംഗീകരിക്കണമെന്നാണ് ഞാൻ കൂട്ടുകാരോടൊക്കെ പറയാറുള്ളത്. എല്ലാ ജോലിക്കും അന്തസ്സുണ്ട്. ഏത് ജോലി ചെയ്യുന്നതിനും അന്തസ്സുണ്ട്. ഒരു ജോലി ചെയ്യുന്നതിനും മടിക്കരുതെന്നാണ് ഞാൻ പറയാറുള്ളത്. ഇങ്ങനെയുള്ള ചിന്തകൾ ഞാൻ എന്നും പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളായിട്ട് ജീവിക്കണം. നമ്മൾ മറ്റൊരാളെ പോലെ ആകരുത്. ഇങ്ങനെ അതേപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു വിഷയമാണ്, ഒരാളെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കരുത്. ഈ ലോകത്ത് ഒരുപാട് വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് ചരിത്ര പുരുഷന്മാരുണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഈ ചരിത്രങ്ങൾ പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ഈ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവം ഒരാളെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കലാണ്. അതിനേക്കാളും വലിയൊരു വിപ്ലവമില്ല. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആരും സംശയിക്കണ്ട. എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ എൻ്റെ മരണം വരെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ മനുഷ്യരുടെയും നന്മയും ജീവിത വിജയവുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര കാലം ജീവിക്കുമെന്ന് എനിക്കറിയില്ല. അതുവരെ ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു വ്യക്തിയെയും വിലയിരുത്തരുത്. ഒരാൾ മിണ്ടാതിരിക്കുന്നു എന്ന് വിചാരിച്ച്, അദ്ദേഹം മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നു എന്ന് വിചാരിച്ച് ആരെയും വിലയിരുത്തരുത്. എല്ലാ ആളുകൾക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. ആരും ഇവിടെ ചെറുതുമല്ല വലുതുമല്ല. എല്ലാവർക്കും അവരുടേതായ മേഖലയിൽ കഴിവുകളുണ്ട്.
എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അനുഭവിച്ച വേദനകൾ പറഞ്ഞു. അങ്ങനെയുള്ള വേദനകൾ മറ്റുള്ളവർക്ക് നൽകാതെ നോക്കണം. ഒരാളെയും ഒറ്റപ്പെടുത്തരുത്. അദ്ദേഹം ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാകില്ല, എന്നാലും അദ്ദേഹത്തിന് വേണ്ട ഒരു മനുഷ്യന് കൊടുക്കേണ്ട പരിഗണന നിങ്ങൾ കൊടുക്കണം. എല്ലാ മനുഷ്യർക്കും അങ്ങനെ കൊടുക്കാത്ത പലവരും പല മയക്കുമരുന്ന് മാഫിയയിലും സാമൂഹ്യ വിരുദ്ധരുമായിട്ട് മാറിയത് കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ ആരാണ് ഈ ഇങ്ങനെയുള്ള മാഫിയകളിലൊക്കെ പെട്ടുപോകുന്നത്? കുടുംബത്തിൽ നിന്ന് അംഗീകാരം കിട്ടാത്തവർ, കുടുംബത്തിൽ നിന്ന് സ്നേഹം കിട്ടാത്തവർ. അല്ലാത്ത കുടുംബത്തിൽ നിന്ന് സ്നേഹവും പരിഗണനയും കിട്ടിയ ഒരാളും അങ്ങനെയുള്ള ഒരു ഏർപ്പാടിനും പോകില്ല. അവർക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കണം, നല്ലൊരു സുഹൃത്താക്കി മാറ്റണം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതേപോലെ കുറ്റപ്പെടുത്തൽ അധ്യാപകരോടൊക്കെ പറയാനുള്ളത്, ഇന്നെങ്ങനെയെന്ന് എനിക്കറിയില്ല, നിങ്ങളെ മുമ്പിലിരിക്കുന്ന ഏത് കുട്ടികളാണെങ്കിലും ഓരോ വ്യക്തിയും ഓരോ കഴിവുള്ളവരാണ്. ആരും കഴിവില്ലാത്തവരല്ല. അവരെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത് കുറ്റപ്പെടുത്തരുത്. പ്രത്യേകിച്ച് പ്രായമുള്ളവർ ഈ യുവാക്കളെയൊക്കെ ആളുകളുടെ മുമ്പിൽ നിന്ന് കുറ്റപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ട്. അവരുടെ അവരുടെ ആത്മവിശ്വാസമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ഒരു കുട്ടിയാകുമ്പോൾ അവർക്ക് ചിലപ്പോൾ പല മിസ്റ്റേക്കുകൾ ഉണ്ടാകും. അവരാളെ മുമ്പിൽ നിന്ന് കുറ്റപ്പെടുത്തുക, വിമർശിക്കുക എന്നതൊന്നും നല്ല വ്യക്തിത്വമുള്ള ഒരാൾക്ക് പറ്റിയതല്ല. ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ മുമ്പിൽ നിന്ന് പരിഹാസ്യങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒരുപാട് കേട്ട മനുഷ്യനാണ്. അത് വല്ലാതെ മനസ്സിന് അന്ന് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് ഞാനതൊക്കെ നേരിടാൻ പറ്റുന്ന നല്ലൊരു ശക്തനുമായിട്ട് മാറിയിട്ടുണ്ട്. അതെല്ലാവർക്കും പറ്റണമെന്നില്ല. ചില ആളുകൾ തകർന്നു പോയിട്ടുണ്ട്, കുറേ ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. എല്ലാവരെയും ചേർത്ത് പിടിക്കണം. കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഏത് മനുഷ്യനെയും അവൻ എങ്ങനെയാണോ അവൻ അതുപോലെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പൊതുവെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരുപാട് ചിന്തിക്കുന്ന വ്യക്തിയാണ്. ഓരോ വ്യക്തികളെ ഇപ്പോൾ കൂട്ടത്തിൽ കുറച്ചാൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കുറച്ചത് ശ്രദ്ധിക്കുകയുള്ളൂ. കൂടുതലും ഞാൻ വേറെ എന്തെങ്കിലും ആ വ്യക്തികളെ സ്വഭാവങ്ങൾ ശ്രദ്ധിക്കുകയായിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. മനുഷ്യന്മാർ തന്നെയാണ് അവരൊക്കെയും മറ്റു പല കഴിവുകളുള്ളവരാണ്. ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ഓരോ സേവനമുണ്ട്, ഓരോ ഉത്തരവാദിത്വമുണ്ട്. അത് അവരവർ ചെയ്യും. അതാരും പുഷ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരെയും തിരുത്താൻ പോകണ്ട. അവൻ എങ്ങനെയാണ്, അവൻ തെറ്റിൻ്റെ വഴിക്ക് പോകുന്നുണ്ടോ അവനെ തടയണം. തെറ്റിൻ്റെ വഴിക്ക് പോകുന്നെങ്കിൽ മാത്രമേ തടയേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, വിമർശിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വിമർശിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കാരണം അവരെ നമ്മൾ അവരല്ലാതാക്കുകയാണ്. ഒരു വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തിയെ അവരായിട്ട് തന്നെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇത് ഞാൻ എന്നെക്കുറിച്ച് വളരെ ചുരുക്കി പറഞ്ഞതാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പല കാര്യങ്ങളും പറയാനുണ്ട്. സമയത്തിൻ്റെ ദൈർഘ്യം കൊണ്ട് ഇനിയൊരു ദിവസം എന്നെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാം എന്ന് മാത്രമേ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.